ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ നല്ല അടിപൊളി വെതർ ആൻഡ് വെരി 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 ബ്യൂട്ടിഫുൾ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് രാവിലെ സമയം 6 മണി. ആൻഡ് കണ്ണേട്ടനില്ല, ബിസിനസ് ട്രിപ്പാണ്. ഞാൻ കിച്ചുവിന് കൊണ്ടുവിടേണ്ട ഡ്യൂട്ടി എനിക്കാണ്, ഇല്ലെങ്കിൽ പൊതുവേ കൊണ്ടുവരേണ്ട ഡ്യൂട്ടിയാണ്. കണ്ണേട്ടൻ ഓഫീസ് പോകുമ്പോൾ അങ്ങനെ കിച്ചുവിനെ വിട്ടിട്ട് പോകാറാണ് പതിവ്. അപ്പോൾ ഞാൻ അവന് ആലു പൊറോട്ട, കാപ്പി, അതേമാതിരി തന്നെ അവൻ്റെ ലഞ്ച് ബ്രേക്കിനുള്ളത് എല്ലാം ആക്കി എനിക്ക് ഒരു ഫുൾ ഗ്ലാസ് മറ്റേ ചുടുവെള്ളം ആക്കി വെച്ചു. അതൊരു അരമണിക്കൂറിൽ ഞാൻ കുടിച്ച് തീർക്കും. ഇനി നമ്മുടെ പക്ഷിക്കുട്ടികൾക്ക്, കുരുവിക്കുട്ടികൾക്കൊക്കെ എന്താണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അവരുടെ വളരെയധികം ബുദ്ധിപൂർവ്വം അവരെല്ലാത്തിൻ്റെയും തൊലി അവിടെ ആക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളൊരു സംഭവം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് വൃത്തിയോട് കൂടിയിട്ട് ചെയ്യാൻ ആദ്യം പഠിക്കണം. വളർത്തുന്നതല്ല പ്രധാനം. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ ഫീഡ് ചെയ്യുകയാണ്, അല്ലാണ്ട് ഒരെണ്ണം കൂട്ടിലിരിക്കുക അങ്ങനെയൊന്നും അല്ല. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് കുരുവികളാണ്, ഫ്രിഞ്ചസ് ആണ് നമ്മൾ കൂടുതലും. അതേമാതിരി തന്നെ തത്തകളാണ് കൂടുതലായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഇടയ്ക്കോ മറ്റേ മൈനയോ അല്ലെങ്കിൽ പ്രാവോ വരും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പരിസരം വളരെ ക്ലീൻ ആയിട്ട് വയ്ക്കും. എല്ലാ ദിവസവും ഞാൻ കഴുകും, എല്ലാ ദിവസവും ഞാൻ വൃത്തിയാക്കും. വൃത്തിയാക്കിയിട്ടതിന് ശേഷം മാത്രമേ എന്താണ് പറയുക, ഞാൻ അവർക്ക് ഫീഡ് വെച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഫീഡ് വന്നിട്ട് പൊതുവേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫ്രിഞ്ചസിന് വേണ്ടിയിട്ടുള്ള ഫീഡാണ്. അപ്പോൾ അതിൽ അവർക്ക് വേണ്ട എല്ലാ ഐറ്റംസും അതിൽ തന്നെ ഉണ്ടാവും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്വീറ്റ് ജാസ്മിൻ റൈസും കൂടി ഇടും. ഇതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര മധുരമാണ് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞി കിളികളൊക്കെ ഇതിൽ വന്ന് ഇരുന്നിട്ട് കഴിക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അത് അവിടെ വയ്ക്കുക. എല്ലാ ദിവസവും ഇത് തന്നെയാണ് ചിട്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, ഇപ്പോൾ വെക്കാത്തതിന് മുമ്പ് കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത്, ഇപ്പോൾ സമയം 6:10 ആയിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് ഞാൻ എന്തായാലും വെള്ളം നനയ്ക്കില്ല. ബിക്കോസ് രാത്രി 9:30 മണിക്കാണ് ഞാൻ വെള്ളം നനയ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈർപ്പം ഉണ്ടാവും. പിന്നെ മഞ്ഞ് പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നല്ലൊരു ഈർപ്പം ഇപ്പം കാണും. അപ്പോൾ ഇപ്പം തന്നെ വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളന്നാവും. നമുക്കൊരു 10-11 മണിക്ക് വെള്ളം കൊടുക്കാം. ഞാനാണെങ്കിൽ രാവിലെ 6 മണിക്ക് ഒരു സൂപ്പർവിഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ തട്ടാണ്ട് കുറച്ച് ഡള്ളായിരുന്നു. അപ്പോൾ ആ വേപ്പൊന്ന് നമ്മൾ ട്രിം ചെയ്ത് വിട്ടു. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഈ ഒരു എന്താ പറയുക, ഒരു സൂപ്പർവിഷൻ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു 6-6:15 തുടങ്ങും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തുളസി തറയിൽ എന്താണ് മറ്റേ കതിര് വന്നുണ്ടാവില്ലേ, എല്ലാ ദിവസവും ഉണ്ടാവും. അതൊക്കെ പെറുക്കുക. അതേമാതിരി തന്നെ എല്ലാ നിരീക്ഷണങ്ങളാണ് ആ സമയത്ത് എന്തൊക്കെ ഇനിയിപ്പോൾ എനിക്ക് 10 മണിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ അത് മുഴുവൻ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. തിരിച്ച് വരുമ്പോഴേക്കും കിച്ചു കുളി കഴിഞ്ഞ് പിടിക്കലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കിളികൾ കൂട്ടങ്ങളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ആദ്യം ഉണ്ടല്ലോ, വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളങ്ങോട്ട് മാറാൻ നിൽക്കുകയാണ് ഈ തൊപ്പിക്കിളി, പിന്നെ തത്തമ്മയാണ് വരിക. തത്ത എനിക്ക് ഒരിക്കലും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അത്രയ്ക്ക് സെൻസിറ്റീവായിട്ട് പറന്നു പോകും. പിന്നെ നമ്മുടെ കുരുവികൾ ഡെഫിനറ്റ്ലി ഉള്ളിൽ വന്നിരുന്നിട്ട് കഴിക്കുന്നത് കാണാൻ വളരെ രസമാണ്. അത് എനിക്ക് എന്താ പറയുക, ഇങ്ങനെ ഇരുന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടായിരിക്കും ചില സമയങ്ങളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്താ വെച്ചാൽ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം 4:30 മണി വരയ്ക്കും ഇവർക്കിത് കഴിക്കാനുണ്ടാവും. സോ അവർ സമാധാനമായിട്ട് കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് രാവിലെ ഒക്കെ എനിക്കിത് കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ കണ്ടുകൊണ്ട് കഴിക്കാൻ തന്നെ. അതുകൊണ്ട് തന്നെ ഞാനിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ വൃത്തിയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ വെറുതെയെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മളൊരു പൂച്ചയെ വളർത്തിയാലും നായയെ വളർത്തിയാലും ഒരു കിളിയാണെങ്കിലും മര്യാദയ്ക്ക് നമുക്ക് വളർത്താൻ അറിയണം, ഇല്ലെങ്കിൽ വീട് മുഴുവൻ നാറാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതിപ്പോൾ കിച്ചുവിനെ കൊണ്ടുപോയി വിടാനുള്ള സമയമായി. 7:02 അംഗം തുടങ്ങുകയാണ് മക്കളെ. എന്താ കാര്യം എന്ന് വെച്ചാൽ
കണ്ണേട്ടൻ വേറെ റൂട്ടാണ് എടുക്കാറുള്ളത്, ഞാൻ സാധാരണ ഉള്ള റൂട്ടാണ് എടുക്കാറുള്ളത്. മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഓവർ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നത്തിലൂടെയാണ് മുന്നിലേക്ക് ട്രാഫിക് ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാം, ടുവേർഡ്സ് സ്റ്റുഡിയോ സിറ്റി, മോട്ടോർ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് അടച്ചിരിക്കുകയാണ്. അറേബ്യൻ റാഞ്ചസ് 1 കടക്കാൻ പറ്റില്ല, അവിടെ ഒരു യൂ ടേൺ ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുവായൂരപ്പ, ഈ അറ്റത്തുനിന്ന് എനിക്കിനി ആ അറ്റത്തേക്ക് കടക്കണം. ഒരൊറ്റ ആൾ ഷെയർ യുവർ റോഡ് എന്ന് പറയുന്ന സംഭവം ഫോളോ ചെയ്യില്ല. ഒരാൾക്ക് സ്ഥലം തരേണ്ട ആവശ്യമില്ല. ഈ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാണ്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ അങ്ങോട്ട് കുത്തി തിരികെ പോകണം. അതല്ലാതെ ഒരാൾ ഒന്ന് മാറിത്തരുക, ഇല്ലെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടല്ലോ അവർക്ക് ആ അറ്റത്തേക്ക് പോകേണ്ടതാണല്ലോ, അങ്ങനെ ഒരു സംഭവേ ചെയ്യില്ല. ഇനി അൺലെസ് ആൻഡ് അൺടിൽ അവിടെ പോലീസ് വന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നല്ല കുട്ടികളാവും. അപ്പോൾ ഈ ഞങ്ങൾക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഈ അറ്റത്തേക്ക് പോകേണ്ട ആൾക്കാരുണ്ടല്ലോ, എന്തൊരു സ്ട്രഗിൾ അറിയോ ഉണ്ടാവുക. അതിൻ്റെ ഇടയിൽ കൂടെ സ്കൂൾ ബസ്സുകൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും അതേ കൂടെ തന്നെയാണ് പോകേണ്ടത്. നേരിട്ട് പോകേണ്ടവർക്ക് കുറച്ചൊന്നും നമുക്ക് വഴി തന്നു കഴിഞ്ഞാൽ ആ വഴി എത്താം. ഈ അറ്റത്തുനിന്ന് ആ അറ്റത്തേക്ക് നമ്മൾ കുത്തി തിരികിട്ട് തന്നെ എത്താറുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഈ പേടിച്ചിട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അപ്പോ മിണ്ടാണ്ട പേടിച്ചിട്ട് കയ്യും കാലും വരച്ചിട്ട് ഇരിക്കുക തന്നെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് റോഡ് പരിചയമായി ഇപ്പോൾ അതൊന്നും ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഈ അംഗം കഴിഞ്ഞല്ലോ, ഇവിടുന്ന് യൂ ടേൺ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മിണ്ടാണ്ട സമാധാനമുണ്ടോ? ഇനിയുണ്ട്. ഈ യൂ ടേൺ എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് എന്താണെന്നറിയോ? അവിടുന്ന് അങ്ങോട്ട് വെച്ച് അലക്കിക്കൊണ്ട് വരുന്ന ആൾക്കാരായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ അവിടെ ഒരു സിഗ്നൽ അവർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൻ്റെ സമയം കൊണ്ട് നമുക്ക് എന്താ പറയുക, ഷൂട്ട് ചെയ്തിട്ട് വേണം ആ അറ്റത്തേക്ക് എത്താൻ. അപ്പോൾ 2 എക്സ്ട്രീം അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന് അപ്പുറത്തുനിന്ന് യൂ ടേൺ എടുക്കാൻ ഇപ്പുറത്ത് വരണം, ഒന്ന് ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് എത്തണം ഫ്രീ റൈറ്റിലേക്ക്. അയ്യോ എൻ്റെ അമ്മോ, എല്ലാ ദിവസവും ഇതന്നെയാണ് അംഗം. ഉച്ചനേരത്ത് എനിക്ക് വലുതായിട്ട് തോന്നിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഉച്ചനേരത്ത് കുറച്ച് ഫ്രീ ആയിരിക്കും കിച്ചുവിനെ വിളിക്കാൻ പോകുന്ന സമയത്ത് വൈകുന്നേരം. നേരെ മറിച്ച് രാവിലെ നേരത്തുള്ള അംഗം എൻ്റെ അപ്പ എപ്പോഴാണാവോ ഇതൊക്കെ ഒന്ന് റെഡിയായിട്ടൊന്ന് ശരിയാവുക. ഈ അണ്ടർപാസ് വരാൻ തുടങ്ങിയതിന് ശേഷം മനുഷ്യന് ചെവിതല കേൾപ്പിക്കണില്ല ആൾക്കാർ. അത് മാത്രമല്ല, ഇപ്പോൾ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കിച്ചുവിൻ്റെ സ്കൂളിലേക്ക് പോകണ അവിടെ ഒരു കച്ചാ പാർക്കിംഗ് ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ അടച്ചു. ഇപ്പോൾ അടച്ചതോട് കൂടിയിട്ട് എന്തായി, നമുക്ക് നേരെ പോയിട്ട് ഒരു 3-4 റൗണ്ട് അബൌട്ട് എടുത്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ആ റൗണ്ട് അബൌട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് അത് ദുബായിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള ഒരു സ്ട്രീറ്റാണ് ഹെസ സ്ട്രീറ്റ് എന്ന് പറയുന്നത്, ഹെസ റോഡ്. ആ ഹെസ റോഡിലേക്കാണ് നമ്മൾ കയറുക. നേരെ മറിച്ച് ഈ ഒരു റോഡ് ഞാൻ എടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ണേട്ടം ചെയ്യണ മാതിരി ഒരുപാട് ദൂരം കറങ്ങണം. അപ്പം ഞാൻ എപ്പോഴും നോ പ്രോബ്ലം, നമുക്ക് ഇങ്ങനെ തന്നെ പോവാം എന്നുള്ള രീതിയിലാണ് മൈൻഡ് സെറ്റ്. അപ്പോൾ അങ്ങനെ ഹെസ സ്ട്രീറ്റിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മെയിൻ പ്രശ്നം സിഗ്നലാണ്. ബിക്കോസ് നമുക്ക് പോകേണ്ടത് ഫ്രീ റൈറ്റ് ആണെങ്കിലും സിഗ്നൽ വളരെ വളരെ വലിയ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. രാവിലെ നേരത്തെ ഉറപ്പിച്ചിട്ട് വേണം വരാൻ. അഥവാ നിങ്ങൾ മോട്ടോർ സിറ്റിക്കോ സ്റ്റുഡിയോ സിറ്റിക്കോ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് നോട്ട്, നമ്മുടെ മോട്ടോർ സിറ്റിയും സ്റ്റുഡിയോ സിറ്റിയും അടച്ചിരിക്കുകയാണ്. ആ ഭാഗങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ടു ഗെറ്റ് പ്രിപ്പയർഡ് യുവർ സെൽഫ് ഫോർ ഹെസ സ്ട്രീറ്റ് ടു എൻറ്റർ മോട്ടോർ സിറ്റി. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, മറ്റേ ഏതോ ഒരു ഡയലോഗില്ലേ, അംഗത്തിന് പുറപ്പെടുകയാണ് അമ്മേ, എന്താ പറയുക, തട്ടാതെയും മുട്ടാതെയൊക്കെ വരണേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രീ റൈറ്റ് എടുത്തിട്ട് നമ്മൾ അതേ കൂടെ, അതായത് ഫോർ എക്സാമ്പിൾ വെയിറ്റ് റോസിൻ്റെ ആ വഴി കൂടെ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ മോട്ടോർ സിറ്റിക്ക് കയറും. ഇനിയും കഴിഞ്ഞിട്ടില്ല. മോട്ടോർ സിറ്റിയിലേക്ക് കയറിയാൽ മാത്രം മതിയോ? അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിൻ്റെ തിരക്ക് മുഴുവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ അടുക്കും തോറും ഫുൾ ബഹളമായിരിക്കും. അവിടെ ആൾക്കാരെ ഇറക്കി വിട്ടിട്ട് പോകൂ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറക്കി വിട്ടിട്ട് ആൾക്കാർ പോവാറില്ല. എന്താ കാര്യം വെച്ചാൽ തോന്നിയ പോലെ എവിടെയെങ്കിലുമൊക്കെ നിർത്തും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ
നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞ മാതിരി പോവുക തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രാവിലെ നേരത്ത് ഞാൻ എപ്പോഴും കണ്ണേട്ടനോട് പറയും, കണ്ണേട്ട ഈ രാവിലെ നേരത്ത് എനിക്ക് ഈ അംഗത്തിന് നിൽക്കാൻ സമയമില്ല, അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ ഓഫീസിലേക്ക് പൊക്കോളൂ എന്നാണ് ഞാൻ പറയാറുള്ളത്. പക്ഷേ കണ്ണേട്ടന് ബിസിനസ് ട്രിപ്പ് ഉള്ളപ്പോൾ നമുക്കൊരു നിവർത്തിയില്ലാണ്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ റോഡ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓടിച്ച് ശീലമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ചില റോഡുകൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എങ്ങനെയാണ് ഈശ്വരൻ സഹായിച്ച് ഞാൻ പഠിച്ചതെന്നൊന്നും എനിക്ക് തന്നെ അറിയില്ല കുട്ടികളെ. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഞാൻ തന്നെ ഓവർടേക്ക് ചെയ്യണ സമയത്ത് ഇല്ലെങ്കിൽ ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ തന്നെ വിചാരിക്കാറുണ്ട്, ഓ വാവ് വിനി എന്താ മകളെ നീയൊക്കെ എവിടെ എത്തി എന്നുള്ള ലെവലിലേക്ക്. എന്താ വെച്ചാൽ നമുക്കൊക്കെ ഇത്ര കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഇത്ര സൂപ്പറാണ് എന്നുള്ളത്. സോ ഇതൊക്കെ ഓടിച്ചിട്ട് തന്നെ പഠിച്ചത്. അതേമാതിരി തന്നെ കുട്ടികൾ അങ്ങോട്ട് കടന്ന് പോകാനുള്ള ആ ഒരു സംവിധാനത്തിൽ ആൾക്കാർ ചില സമയത്ത് എന്താണ് പറയുക നിൽക്കാണ്ട് പോകുന്നുണ്ടാവും. ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് പേഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ പോവുക തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഇതാ കിച്ചുവിനെ ഡ്രോപ്പ് ചെയ്യാനുള്ള എത്തിക്കഴിഞ്ഞു, സ്കൂൾ എത്തിക്കഴിഞ്ഞു. ഇനി ഒരു യു ടേൺ എടുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് അവനെ അവൻ്റെ ഗേറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ ഡ്രോപ്പ് ഓഫ് മാത്രമേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഡബിൾ ഇൻഡിക്കേറ്റർ ഇടുന്നു, കിച്ചു ഇറങ്ങുന്നു, ഞാൻ പോകുന്നു. ഇതാണ് ഗേറ്റിൻ്റെ മുമ്പിലുള്ള ഡ്രോപ്പ് ഓഫിൻ്റെ റൂൾ. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ സ്വയം എടുക്കുന്നതല്ല, ഇതാ ഫ്രണ്ടിലിരുന്നിട്ട് കിച്ചുവാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എടുത്തതേ അല്ല. അവനോട് ബായ് പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നു, ഇനി വീട്ടിൽ പോയിട്ട് കാര്യം കാണാം കേട്ടോളൂ. അപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇന്നത്തെ ഓർഡർ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിന് മത്തി വറുത്തത്, ചപ്പാത്തി, അവിയൽ, അതേമാതിരി തന്നെ കൊത്തു പൊറോട്ട, വെജ്, എഗ്ഗ്, അതേമാതിരി തന്നെ ചിക്കൻ. ഇതൊക്കെയാണ് ക്ലയൻറ്റ്സ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു. തിരിച്ച് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ഒരു 9:30 ആകുമ്പോൾ കഴിക്കും. ഇതേ സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഒരു ബൗൾ കോൺഫ്ലേക്സ്, കുറച്ച് പാല്, 2 മുട്ട, ഓംലെറ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൊയ്യാപ്പഴം. ഞാൻ മെയിനായിട്ട് ഗുവാവ കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കൊയ്യക്ക കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരു 11 മണി ആവണ സമയത്ത് അത് കഴിച്ചിട്ട് വീണ്ടും ഒരു വെള്ളം നനയ്ക്കലും നിരീക്ഷണത്തിനുമാണ് പോകുന്നത്. ഞാൻ ഈ വല്ല പ്രിൻസിപ്പളിനെ പോലെ എല്ലാം ഇങ്ങനെ നിരീക്ഷിച്ച് നടക്കും. ഈ വിത്ത് പാകിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ്. അതായത് അവർ വല്ലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, പ്ലാന്റ്സിന് വല്ല ചേഞ്ചസ് ഉണ്ടോ, പ്ലാന്റ്സിന് വല്ല അസുഖങ്ങൾ വരുന്നുണ്ടോ. എന്താ വെച്ചാൽ നമ്മൾ എല്ലാം ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ല ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ പ്ലാന്റ്സിനെയും ഞാൻ അത്രയും നിരീക്ഷിക്കാറുണ്ട്. അപ്പോൾ പോയിട്ട് ഞാൻ എന്താണ് പറയുക എല്ലാം. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണെന്നറിയോ കാര്യം, ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് ഒരു ചെറിയൊരു ഈർപ്പേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിരിക്കും. ഏകദേശം ഒരു 10:30-11 മണി ആവണ സമയത്ത് എല്ലാ ദിവസവും ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന വെള്ളം ഞാൻ അപ്പോഴാണ് കൊടുക്കാറുള്ളത്. പിന്നെ രാത്രി 9:30 മണിക്ക്. അപ്പോൾ ഇതാണ് കണക്ക്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തു പോവാറുള്ളത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളും വളരെ ഡീപ്പായിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ നോക്കാറുണ്ട്. എന്തെങ്കിലും ഉണങ്ങിപ്പോയിട്ടുണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിന് അഡീഷണലായിട്ട് കൊടുക്കണോ, അങ്ങനെയെല്ലാം ആലോചിച്ചിട്ട് തന്നെ ഇങ്ങനെ നടക്കുക എന്ന് പറയില്ലേ. അതാ ഞാൻ പറയണത്, വൺസ് ഇവരെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ 24 മണിക്കൂറും ഇവരുടെ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. എന്താ വെച്ചാൽ നമുക്കൊരു വിളവെടുപ്പ് എടുക്കുക എന്ന് പറയുന്നത് അത്രയും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവരെ നോക്കി വളർത്തിക്കൊണ്ടുവരാൻ നല്ല പണിയുണ്ട്, നല്ല പാടുണ്ട്. ബിക്കോസ് നമ്മൾ താമസിക്കുന്ന സ്ഥലം അങ്ങനെ ആയതുകൊണ്ടും ആ ഭൂമി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ടീവ് അല്ലാത്തത് കൊണ്ടും നമുക്ക് മണലല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സോയിലിനെ നമ്മൾ ഉണ്ടാക്കി തീർക്കുകയാണ്. അപ്പോൾ അതിലൊരു കുറവ് വരരുത്, അതിലൊരു പിഴവ് വരരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെയാണ് ഒരു റെയിൻ മെത്തേഡിലാണ് ഞാൻ
എപ്പോഴും കൊടുക്കാറുള്ളത്. സോ ദാറ്റ് ഒരു മഴ കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് വരണം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, വേരോട് കൂടിയിട്ട് നമുക്ക് ഇളകില്ല. അതായത് എന്താണ്, എന്തെങ്കിലും പെറിഞ്ഞു വരിക, അങ്ങനെ കുത്തനെ പോവുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നന്നായി വന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയില വിത്ത് പാകിയതൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട്. ഒരു 32 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മല്ലിയില എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ക്യാബേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ. നല്ല ക്യാബേജാണ്. എനിക്ക് 100% ഉറപ്പുണ്ട് നല്ലതുപോലെ വരുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഇതാ നമ്മുടെ എന്താ പറയുക, വെണ്ടയ്ക്ക, കുഞ്ചി വെണ്ടയ്ക്കയാണ് ഇപ്രാവശ്യം ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ചി വെണ്ടയ്ക്ക വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടൻ പയർ, വയലറ്റ് പയറില്ലേ, നമ്മൾ എന്താണ് പറയുക, ഈ ഇതിലൊക്കെ ചന്തയിലൊക്കെ കിട്ടുന്ന വയലറ്റ് പയർ, അതേമാതിരി ചോപ്പ് ചീര, ഇതൊക്കെയാണ് വിത്ത് പാകിയിരിക്കുന്നത്. അതേമാതിരി വാട്ടർ മെലൺ ഉണ്ട്, കുമ്പളങ്ങയുണ്ട്, അതേമാതിരി തണ്ണിമത്തനായില്ലേ, പിന്നെ ചൊരയ്ക്ക, പീച്ചിങ്ങ എല്ലാം ഉണ്ട് കേട്ടോളൂ. പിന്നെ ഇതാ എൻ്റെ ബോഗൺവില്ലയുടെ കണ്ടോ കളറുകൾ, എൻ്റെ അടുത്ത് നല്ല കളറുകൾ ഉണ്ട് കേട്ടോളൂ. ഇത് ഗോൾഡൻ യെല്ലോ ആയിട്ടുള്ള രീതിയിലുള്ള കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോഗൺവില്ലയുടെ ഡിഫറെൻറ്റ് കളേഴ്സ് വാങ്ങിച്ചു വെക്കാനായിട്ട്. അതേമാതിരി തന്നെ ഒരു കളർ കാണിച്ചു തരാം. വെള്ള കളർ പൂവ്, അതിൻ്റെ ബോർഡർ മാത്രം പിങ്ക്, മനസ്സിലായോ? വെള്ളയായിരിക്കും പൂവ് മൊത്തത്തിൽ, അതിൻ്റെ സൈഡും ആ തുമ്പും മാത്രം നല്ല ബേബി പിങ്ക് കളറായിരിക്കും. അതേമാതിരി ബ്ലഡ് റെഡ് കളറിലുള്ള ബോഗൺവില്ലാസ്, അതും നല്ല രസമാണ്. അതങ്ങോട്ട് പൂത്താലുണ്ടല്ലോ എന്ത് രസമറിയാം ബ്ലഡ് റെഡ് കാണാനായിട്ട്. പിന്നെ ബഞ്ച് പിങ്ക് എന്ന് പറയുന്ന ഒരു പിങ്ക് കളറായിട്ടുള്ള ബോഗൺവില്ല, അത് സാധാരണ പോലെ തന്നെയാണ്, പക്ഷേ ഇതിങ്ങനെ ബഞ്ചായിട്ടുള്ള രീതിയിലാണ് നിൽക്കുക. അങ്ങനെ നമ്മൾ അതെല്ലാം നിരീക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ വന്നിട്ട് നമ്മുടെ കൊത്തു പൊറോട്ടയ്ക്കുള്ള സാൽനകളൊക്കെ റെഡിയാക്കി വെച്ചു. അതായത് എഗ്ഗ് കൊത്തു പൊറോട്ട, ഇത് ചിക്കൻ കൊത്തു പൊറോട്ട ആൻഡ് വെജ് കൊത്തു പൊറോട്ട. അതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനുള്ള നമ്മുടെ സലാഡും നമ്മൾ റെഡിയാക്കി വെച്ചു ആൻഡ് അവിയലും ഉണ്ടാക്കി വെച്ചു. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സമയം ആകുമ്പോഴേക്കും തന്നെ സമയം ഏകദേശം 1:30 മണി ആയിട്ടുണ്ട്. ആ 1:30 മണി സമയത്ത് ഞാൻ എന്തായാലും എൻ്റെ ടൈംലി ഭക്ഷണമാണ് കേട്ടോളൂ. ഒരു സാധാരണ സ്പൂൺ, അതായത് വലിയ സ്പൂണിന് നമ്മുടെ ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ 3 സ്പൂണ് ചോറാണ് എടുക്കാറുള്ളത്. പ്രത്യേകിച്ചിട്ട് ചോറ് എനിക്കുള്ളത് ഞാൻ നേരത്തെ തന്നെ 2-3 ദിവസം മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കും. കാരണം അന്നന്ന് ഫ്രഷായിട്ട് കഴിക്കുന്ന ചോറിനെക്കാട്ടിലും നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറ്, ഫ്രിഡ്ജിൽ വെച്ച ചോറ് ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് വാല്യൂ ഉണ്ടല്ലോ അത് കമ്മിയാവും. അപ്പോൾ ഒരു 3 മീമി വെച്ചിട്ടുണ്ട്, മത്തി മീമി. അതുമാത്രമല്ല കുറച്ച് മീനിൻ്റെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കിളികളെ കണ്ടുകൊണ്ട് ഇതങ്ങോട്ട് കഴിക്കുക. ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തത് ഞാൻ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാറുണ്ട്. ഇന്ന് ഞാൻ കഴിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സീതാപ്പഴമാണ്. സീതാപ്പഴത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയോ? സീതാപ്പഴം എന്ന് പറയുന്നത് ഇതുപോലെ തൊലിച്ചെടുക്കാം, സോ ദാറ്റ് നിങ്ങൾക്ക് നല്ല ഫ്ലഷ് ആയിട്ട് കഴിക്കാൻ പറ്റും. സീതാപ്പഴത്തിൻ്റെ ഗുണം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് മെഗ്നീഷ്യം, ഫോസ്ഫറസ്, വിറ്റമിൻ സി. ആൻഡ് നിങ്ങൾക്ക് വല്ല മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല മൂഡ് ഓഫ് ഉണ്ടെങ്കിൽ, നല്ല സൂപ്പറായിട്ടുള്ള രീതിയിൽ മൂഡ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണിത്. അത് മാത്രമല്ല ഇതിൽ ഒരുപാട് കൊലാജിൻ ഉണ്ട്. കൊലാജിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എലാസ്റ്റിസിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് സീതാപ്പഴം നിങ്ങൾക്ക് സീസണിൽ കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കണം. നല്ല വലിയ സീതാപ്പഴം ഇപ്പോൾ ദുബായിൽ വരുന്നുണ്ട്. ആൻഡ് ദുബായിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇത്രയും നല്ലൊരു ഫ്രൂട്ട് നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല. അത് മാത്രമല്ല നല്ല ബെനിഫിറ്റാണ് ഇതിന് ഉള്ളത്. സോ ഡെഫിനറ്റ്ലി മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അങ്ങനെ ഞാൻ പൊറോട്ടയെല്ലാം ഉണ്ടാക്കി കൊത്തി അതിനെയൊക്കെ ഡിഫറെൻറ്റ് 3 രീതിയിലാക്കിയിട്ട് എഗ് പൊറോട്ട, ചിക്കൻ പൊറോട്ട ആൻഡ് വെജിറ്റബിൾ പൊറോട്ട ആക്കി വെച്ച് കഴിഞ്ഞു. അതിൻ്റെ സൈഡിൽ ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ ഉപ്പൊക്കെ ഇട്ട് ഇപ്പോൾ റെഡിയാക്കി വെച്ചു. പിന്നെ അവർക്ക് വേണ്ട ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. അതേമാതിരി തന്നെ എന്താണ് പറയുക, അവിയൽ ഓൾറെഡി രാവിലെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു. ബിക്കോസ് അതൊക്കെ ഒന്ന് റെഡി ആവണമല്ലോ, ചുടുക്കനെ നമ്മൾ കഴിക്കില്ലല്ലോ. അതേമാതിരി തന്നെ മീനും വറുത്ത് വെച്ചു.
പാക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഇനി രാത്രിക്ക് എനിക്ക് പ്രത്യേകിച്ചിട്ട് അധികം ഒന്നുമില്ല. ഇതിലേതെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്തിട്ട് ഞാൻ കഴിക്കും എന്ന് മാത്രമേ ഉള്ളൂ. മിക്കവാറും ഞാൻ ഒരു 3-4 എന്താണ് പറയുക, നമ്മുടെ കൊയ്യാപ്പഴം കഴിച്ച് ഇന്നത്തെ ദിവസം ഞാൻ അവസാനിപ്പിക്കും. ബിക്കോസ് ഫാം ഫ്രഷ് ആയിട്ടുള്ള കൊയ്യാപ്പഴം എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ്. അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ, ബിക്കോസ് കൊയ്യാപ്പഴം ഈസ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് വിറ്റമിൻ സി ആൻഡ് ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ്. അപ്പോൾ നല്ല സപ്പോർട്ടിങ് കൊണ്ട് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ഡേ ഇൻ മൈ ലൈഫ്. Hope you guys enjoy.